നമുക്ക് 4 മണി ചായക്ക് 2 പഴംപൊരി ഒരു ചായ ആയാലോ. നല്ല മഴയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനൊരു സ്പൂണ് ഗോതമ്പ് പൊടി ഓൾറെഡി ഞാൻ അതിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ സെയിം സ്പൂണിന് ഒരു സ്പൂണ് അരിപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കുറച്ചിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഗോതമ്പ് പൊടി മാത്രമാകുമ്പോൾ ഇങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കും. അപ്പോൾ ഈ അരിപ്പൊടിയും കൂടെ ചേരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടും. ആഡ് ചെയ്യേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ്. അത് നമ്മൾ നോക്കിയിട്ടിടുക, അതിന് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം പോലെ. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വല്ലാതെ ഇങ്ങനെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല, കുറച്ച് ഇങ്ങനെ കട്ടിയായിട്ട്, വല്ലാതെ കട്ടിയാവാനും പാടില്ല. ഒന്നും കൂടെ നഴയാം. ഈ ഒരു പാകത്തിനാണ് മാവ് നിൽക്കേണ്ടത്. ഇനി ഇതിൽ വേണമെങ്കിൽ എള്ളൊക്കെ ഇടാം കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്, ഇവിടെ ഹസ്ബൻഡിനും ഇഷ്ടമാണ് എള്ളൊക്കെ ഇടണത്. അത് എള്ളിട്ടാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുറച്ച് നല്ല ജീരകവും വേണമെങ്കിൽ ഇടാം, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി പഴം ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് എണ്ണയിൽ വറുത്തെടുക്കാം, ഇടാം. അതിങ്ങനെ പഴംപൊരി ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മൊരിഞ്ഞ് വരുമല്ലോ. പഴം കുറച്ച് മധുരം കുറവായതുകൊണ്ട് കുറച്ച് ശർക്കരപ്പൊടി ഈ ബാറ്ററിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ച് ഒരു. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. പാൻ ചൂടായി, എണ്ണ ഒഴിക്കാം. എണ്ണ ആവശ്യത്തിന്, കാരണം പഴം നമ്മൾ ഇടുമ്പോൾ അതിൽ മുങ്ങി കിടക്കാനുള്ളൊരു എണ്ണ എപ്പോഴും ഒഴിക്കണം. നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. പിന്നെ ഓരോ പഴമായിട്ട് നമ്മൾ ഇതിൽ മുക്കിയിട്ട് എണ്ണയിലിടുന്നു. അത്രയേ ഉള്ളൂ. ഇത്ര മതി. പഴംപൊരി നന്നായി പാകമായിട്ടുണ്ട്. നമ്മൾ എടുക്കണു. കുറച്ച് നല്ല മുരിഞ്ഞത് കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഒന്ന് അതായത് ഇത് കഴിക്കാനാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കേ, പഴംപൊരി ടേസ്റ്റ് ഒന്ന് നോക്കുമോ? പഴംപൊരി ഇഷ്ടപ്പെട്ടാ? ക്രിസ്പി അല്ലേ?